മെനി ടു വൺ ആണെങ്കിലും 1 to many കോൺഫിഗറേഷൻ ആണെങ്കിലും നാസ് സപ്പോർട്ട് ചെയ്യും അല്ലേ. മെനി ടു വൺ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? NAS device and many clients simultaneous ആയിട്ട് നമുക്ക് ഈ ഫയൽ ഷെയറിംഗ് പറ്റും അല്ലേ? ആണോ? മെനി ടു വൺ ഒരൊറ്റൊരു നാസ് ഡിവൈസും മെനി ക്ലയൻസും. ഓക്കെ, മെനി ടു വൺ അങ്ങനെയാണെങ്കിൽ 1 to many എങ്ങനെയാണ്? ഒരൊറ്റൊരു ക്ലയൻറ്റും മെനി നാസ് ഡിവൈസസും സൈമൾട്ടാനിയസ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേഷൻ ചെയ്യാം അല്ലേ. ദെൻ സെക്കൻഡ് ബെനിഫിറ്റ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. Third, improved flexibility, centralized storage, simplified management, scalability, high availability, security, low cost, ease of deployment. Okay, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഹലോ, ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബെനിഫിറ്റ്സും കമ്പോണൻസും ഒക്കെ സിലബസിൽ അങ്ങനെ ഉള്ളതാണ്. ഓക്കെ, ദെൻ കമ്പോണൻസ് എന്തൊക്കെയായിരുന്നു നാസിന്റെ? കമന്റ് ചെയ്തേ. ഹലോ, കമ്പോണൻസ് എന്തൊക്കെയായിരുന്നു നാസിന്റെ? നാസ് ഹെഡും സ്റ്റോറേജും അല്ലേ? നാസ് ഹെഡും സ്റ്റോറേജും അല്ലേ? അപ്പൊ ചില ഇംപ്ലിമെന്റേഷനിൽ ഹെഡും സ്റ്റോറേജും ഒരൊറ്റൊരു എൻക്ലോഷറിലാകാം, ചിലതില് അങ്ങനെ അല്ല അല്ലേ? ഓക്കെ, അപ്പം നാസ് ഹെഡിൽ പിന്നെയും കമ്പോണൻസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? CPU ആൻഡ് മെമ്മറി, 1 or more NICs, network interface cards, optimized operating system, optimized operating system for file sharing, for managing the NAS functionality. Okay, then നമ്മുടെ protocols NFS and CIFS and other protocols for file sharing. Okay, last industry standard storage protocols and ports അല്ലേ? ഈ NIFSഉം CIFSഉം NFSഉം എന്തായിരുന്നു അതിന്റെ ഫുൾ ഫോം? NFSന്റെ ഫുൾ ഫോം എന്തായിരുന്നു? കമന്റ് ചെയ്തേ. NFS എന്തായിരുന്നു ഫുൾ ഫോം? ഹലോ, ഓരോരുത്തരെ വിളിച്ചു ചോദിക്കണം NFSന്റെ ഫുൾ ഫോം എന്തായിരുന്നു എന്ന്. ഹലോ, ഇപ്പൊ ഞാൻ തന്നെ ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറയാനുള്ളോ? NFSന്റെ ഫുൾ ഫോം എന്തായിരുന്നു വിഷ്ണു? നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം. ഓക്കെ, CIFSO? CIFSന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഈ ക്ലാസ്സിൽ അശ്വതി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്താ കൊണ്ടാക്കുന്നത്? CIFSന്റെ ഫുൾ ഫോം എന്തായിരുന്നു? കോമൺ ഇന്റർനെറ്റ് ഫയൽ സിസ്റ്റം. ഓക്കെ, ഇത് പിന്നെ അശ്വതി. വേറെ ആരും ഇല്ലേ ക്ലാസ്സിൽ? ഓക്കെ, ആൻഡ് കമ്പോണൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ബെനിഫിറ്റ്സ് കഴിഞ്ഞു, കമ്പോണൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇംപ്ലിമെന്റേഷൻ. 2 ടൈപ്സ് ആണുള്ളത്, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഗേറ്റ്വേ അല്ലേ? ഇന്റഗ്രേറ്റഡ് നാസ് എന്ന് പറയുന്ന സമയത്ത് സിംഗിൾ എൻക്ലോഷറിലായിരിക്കും ഹെഡും സ്റ്റോറേജും, നാസ് ഹെഡും സ്റ്റോറേജും. ഗേറ്റ്വേ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഹെഡ് ഷെയർസ് ഇസ് സ്റ്റോറേജ് അല്ലേ? നാസ് ഹെഡ് ഷെയർസ് ഇസ് സ്റ്റോറേജ് വിത്ത് സാൻ എൻവയോൺമെന്റ്. ഓക്കെ, അപ്പം രണ്ടിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം ഗേറ്റ്വേ നാസ് ഈസ് ദ മോർ സ്കേലബിൾ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നാസ് ഹെഡോ സ്റ്റോറേജ് അറയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം അല്ലേ? വിതൗട്ട് ഡിസ്റ്റർബിംഗ് ദ കറന്റ് ഓപ്പറേഷൻ ആണല്ലോ. ദെൻ ഫയൽ ഷെയറിംഗ് പ്രോട്ടോകോൾ നേരത്തെ പറഞ്ഞ NFS, CIFS. NFS നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം, CIFS കോമൺ ഇന്റർനെറ്റ് ഫയൽ സിസ്റ്റം. ഇത് രണ്ടു കുറിച്ചും നമ്മൾ പഠിച്ചു. NFS യൂണിക്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ CIFS വിൻഡോസിന് വേണ്ടിയിട്ടുമാണ്. വിൻഡോസ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് ആണ്.
മീൻസ് വിൻഡോസ് ഉള്ള സിസ്റ്റത്തിൽ CIFS ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന് രണ്ടിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പറഞ്ഞിരുന്നു. ഈ വേർഷൻസ് അടക്കം വേർഷൻ 2 UDP, വേർഷൻ 3 UDP ഓർ TCP, വേർഷൻ 4 TCP. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CIFS TCP ആണ് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IO ഓപ്പറേഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു IO ഓപ്പറേഷൻസ്? ഈ പറയുന്ന പോലെ തന്നെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്ലയന്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഒരു IO റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നു, അതിനെ നമ്മൾ ബ്ലോക്ക് ലെവൽ റിക്വസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ? ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഡാറ്റ നമ്മൾ സ്റ്റോറേജിൽ നിന്ന് എടുക്കുന്നു അല്ലേ? തേർഡ്, നമുക്ക് സ്റ്റോറേജിൽ നിന്ന് കിട്ടിയ ഡാറ്റേനെ നമ്മളൊരു റെസ്പോൺസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിലാക്കുന്നു. ഫോർത്ത് എന്താണ്, TCP/IPന്റെ റെസ്പോൺസ് ആ ഒരു ഫോമാറ്റിലാക്കിയിട്ട് ക്ലയന്റിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. പിള്ളേരെ റെസ്പോണ്ട് ചെയ്തേ. സരിത, ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. രമേശ്, ഹരിത, സുബിൻ, പേര് വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്തവർക്ക് അറ്റൻഡൻസ് ഇല്ല കേട്ടോ. ഹലോ, സർക്കാർ, സുബിൻ, വിഷ്ണു, അഭിലാഷ് ഇല്ലേ എന്ന്? ഓക്കെ, അതിനുശേഷം നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് NAS പെർഫോമൻസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്പർ ഓഫ് ഹോപ്സ്, authentication with a directory service, retransmission, overutilized routers and switches, file directory lookup and metadata request, overutilized NAS devices, overutilized clients. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം ലിസ്റ്റ് ചെയ്യാതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സിന്റെ കൂടെ എന്തെങ്കിലും മീൻസ് അതിനെക്കുറിച്ചുള്ള എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, എവല്യൂഷൻ ഓഫ് ആർക്കിടെക്ചർ, എവല്യൂഷൻ ഓഫ് സ്റ്റോറേജ് ആർക്കിടെക്ചറിലെ ഹൈലൈറ്റ്സ് 5 പോയിന്റ്സ് മാത്രം എഴുതിയ പോലെ എഴുതരുത്, പോയിന്റും കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സെന്റൻസും കൂടി എഴുതിയിരിക്കണം. ഓക്കെ ഓക്കെ, ഇനി ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് ഈ ഒരു ടേംസ് പഠിച്ചിരിക്കണം. പാത്ത് മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ഡിസ്കവറി, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്, TCP വിൻഡോ സൈസ്, ലിങ്ക് അഗ്രിഗേഷൻ. ഓക്കെ, അതിൽ TCP വിൻഡോ സൈസ് ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കണം. പഠിച്ചിട്ടുണ്ടോ നേരത്തെ നെറ്റ്വർക്സിൽ വിൻഡോ സൈസ്? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. റെസ്പോണ്ട് ചെയ്യൂ പിള്ളേരെ. ഇതെന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യടോ. ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ടോ TCP വിൻഡോ സൈസ്? ഹലോ, ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഫയൽ ലെവൽ വിർച്വലൈസേഷൻ. ഓക്കെ, സാധാരണ വിർച്വലൈസേഷൻ പോലെ തന്നെയാണ് ഇവിടെയും. ഫയൽ ലെവൽ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡിപ്പെൻഡൻസിനെ മാറ്റി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ
It eliminates the dependencies between the data accessed at file level and the location where the files are physically stored. Okay, സാധാരണ വിർച്വലൈസേഷനും അത് തന്നെയാണ് ചെയ്യുക അല്ലേ? Okay, so a network-based file sharing environment is composed of multiple file servers or NAS devices. Okay. It might be required to move the files from one device to another due to reasons such as cost or performance. Cost or performance, okay. നമുക്ക് മൂവ് ചെയ്യേണ്ടി വരും ഫയൽസ് ഒരു ഡിവൈസിന് വേറൊരു ഡിവൈസിലേക്ക്. Okay. So file level virtualization implemented in NAS or the file server environment provides a simple non-destructive file mobility solution. Okay. അപ്പോൾ നമുക്ക് ഒരു സെർവറിന് വേറൊരു സെർവറിലേക്ക് ഫയൽ മൂവ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ? ആ ഒരു ഫയല് കറക്റ്റായിട്ട് റിസീവ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓവർ റൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡാറ്റ ശരിക്കും കാണാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പം ഫയൽ ലെവൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക, എല്ലാവർക്കും മീൻസ് ഈ ഒരു ഫിസിക്കൽ സ്റ്റോറേജ്, ആ ഒരു എവിടെയാണ് നമ്മുടെ ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ളതിന് അതൊരു ലിമിറ്റേഷൻ ആയിട്ട് മാറാതിരിക്കാൻ നോക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം ഫയൽ വിത്തൗട്ട് എനി ഡിസ്റപ്റ്റീവ് മാനർ. ഓക്കെ, കറക്റ്റ് ഫയൽ തന്നെ എററൊന്നും ഇല്ലാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതും എന്താ പറയുക, ഇങ്ങനെ ഒരു വെർച്വലൈസേഷൻ ലെയർ ഇടയ്ക്കുണ്ട് എന്നുള്ളതൊന്നും നമ്മുടെ ക്ലയൻറ്റിന് മനസ്സിലാവില്ല അല്ലേ? സ്വന്തം സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്ന പോലൊരു ആ ഒരു എഫക്റ്റ് ആയിരിക്കും ക്ലയൻറ്റിന് ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് എലിമിനേറ്റ്സ് ദ ഡിപ്പെൻഡൻസീസ് ബിറ്റ്വീൻ ദ ഡാറ്റ ആക്സസ്ഡ് അറ്റ് ദ ഫയൽ ലെവൽ and the location where the files are physically stored. Okay, it creates a logical pool of storage, enabling user to use a logical path rather than a physical path to access files. സാധാരണ വെർച്വലൈസേഷനിൽ നടക്കുന്ന പോലെ തന്നെ ആണല്ലോ അല്ലേ? ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, ഇത്രയും നേരം നിങ്ങൾക്ക് എവിടെയായിരുന്നു മക്കളെ? ഓക്കെ, ഇനി ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫയൽ ലെവൽ വെർച്വലൈസേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫയൽ വെർച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് നോൺ ഡിസ്റപ്റ്റീവ് ഫയൽ മൊബിലിറ്റി ടു ഒപ്റ്റിമൈസ് സ്റ്റോറേജ് യൂട്ടിലൈസേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ബിഫോർ ഫയൽ ലെവൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്, ഈച്ച് ഹോസ്റ്റ് നോസ് എക്സാക്ട്ലി വേർ ഇറ്റ്സ് ഫയൽ റിസോഴ്സസ് ആർ ലൊക്കേറ്റഡ് അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു എൻക്ലോഷറിൻ്റെ അകത്ത് തന്നെ രണ്ട് നാസ് ഹെഡ്, ഒരു സ്റ്റോറേജ് അറേസ് ഉണ്ട്, ക്ലയൻസ് ഒക്കെ നാസ് ഹെഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ബിഫോർ ഫയൽ വെർച്വലൈസേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്, ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ക്ലയന്റ് ആക്സസ് ആൻഡ് ഫയൽ ലൊക്കേഷൻ, underutilized storage resources, downtime is caused by data migration. Okay, ഫയൽ മൂവ്മെന്റിൽ നമുക്ക് ഡൗൺ ടൈം വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് റിസോഴ്സസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ടാകാം ഇവിടെ ബിഫോർ ഫയൽ ലെവൽ വെർച്വലൈസേഷനിൽ. ഈ ഒരു എൻവയോൺമെന്റിൽ ഇറ്റ് ലീഡ്സ് ടു അണ്ടർ യൂട്ടിലൈസ്ഡ് സ്റ്റോറേജ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി പ്രോബ്ലംസ്. കാരണം ഫയൽസ് ആർ ബൗണ്ട് ടു എ സ്പെസിഫിക് നാസ് ഡിവൈസ്. ഓക്കെ, ഓരോ ഫയലും നമ്മളിപ്പോൾ ആക്സസ് ചെയ്യാൻ വിചാരിക്കുന്ന മീൻസ് ഏത് ഫയൽ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ബൗണ്ട് ടു എ സ്പെസിഫിക് നാസ് ഡിവൈസ് ഓർ ഫയൽ സെർവർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഈ ഒരു എൻവയോൺമെന്റിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് സ്റ്റോറേജ് റിസോഴ്സസും കപ്പാസിറ്റി പ്രോബ്ലംസും ഉണ്ടാകും. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ പെർഫോമൻസിനോ ഒക്കെ ആയിട്ട് it may be required to move the files from one server to another അല്ലേ? സോ ഈ ഇങ്ങനെ മൂവ് ചെയ്യുന്നതും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല.
ഓക്കെ, ആ സമയത്ത് തന്നെ ഇങ്ങനെ ഈ ഒരു എൻവയോൺമെന്റിൽ ഫയൽസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻആക്സസിബിൾ ഒക്കെ ആകാം. ഓക്കെ, അതുപോലെ തന്നെ ന്യൂ ലൊക്കേഷനിലേക്ക് ഫയൽ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ഹോസ്റ്റും ആപ്ലിക്കേഷനും ഒക്കെ റീകോൺഫിഗർ ചെയ്യേണ്ടിയും വന്നെന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇറ്റ് മേക്സ് ഡിഫിക്കൾട്ട് ഫോർ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു ഇംപ്രൂവ് സ്റ്റോറേജ് എഫിഷ്യൻസി വൈൽ മെയിൻറ്റെയിനിങ് ദ റിക്വയർഡ് സർവീസ് ലെവൽ. ഓക്കെ, അപ്പം ബിഫോർ ഫയൽ വെർച്വലൈസേഷൻ്റെ കേസാണ് ഇത് മൊത്തം. ഓക്കെ, നമുക്ക് ഫയൽസ് മൂവ് ചെയ്യണമെങ്കിൽ അത് ഡിഫിക്കൾട്ടാണ്. മൂവ് ചെയ്യുന്ന സമയത്ത് ഫയൽ ഇൻആക്സസിബിൾ ആകാം. അതുപോലെ തന്നെ ന്യൂ ലൊക്കേഷനിലേക്ക് ഫയൽ മൂവ് ചെയ്യുന്ന ആ ന്യൂ ലൊക്കേഷൻ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഹോസ്റ്റും ആപ്ലിക്കേഷൻസും ഒക്കെ റീകോൺഫിഗർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ റീകോൺഫിഗർ ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് പറയാം അണ്ടർ യൂട്ടിലൈസ്ഡ് സ്റ്റോറേജ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി പ്രോബ്ലംസ്. ഡൗൺ ടൈം ഈസ് കോസ്ഡ് ബൈ ഡാറ്റ മൈഗ്രേഷൻ. ഓക്കെ ആണോ? ഹലോ, ഇത് ഫയൽ ലെവൽ വെർച്വലൈസേഷൻ്റെ മുന്നത്തെ കാര്യമാണ്. ഓക്കെ ആണോ? ഹലോ, കമന്റ് ചെയ്തേ. ഓക്കെ, എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫയൽ ലെവൽ വെർച്വലൈസേഷൻ്റെ മുന്നത്തെ കാര്യമായിട്ട് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവിടെ ഡിപ്പെൻഡൻസി ഉണ്ട് അല്ലേ? ഫയൽ ലൊക്കേഷനും ആക്സസ് ചെയ്യുന്നതും തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ട്. ഓരോ ഹോസ്റ്റിനും ഓരോ ഫയൽ റിസോഴ്സസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്നുള്ളത് അറിയാം. ഡൗൺ ടൈം ഉണ്ടാകാം. അതുപോലെ തന്നെ കപ്പാസിറ്റി പ്രോബ്ലംസ് ഓർ അണ്ടർ യൂട്ടിലൈസ്ഡ് സ്റ്റോറേജ് റിസോഴ്സസ്. എന്തുകൊണ്ട്? ഡാറ്റ മൂവ്മെൻറ്റ്സ്, ഫയൽ മൂവ്മെൻറ്റ്സ് നമുക്ക് വേണ്ടി വരും. ഡിഫിക്കൾട്ടായിരിക്കും അല്ലേ? ഫയൽ ഇൻആക്സസിബിൾ ആവാം. ന്യൂ ലൊക്കേഷനിൽ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഹോസ്റ്റും ആപ്ലിക്കേഷനും റീകോൺഫിഗർ ചെയ്യേണ്ടി വരും. ആ സമയത്ത് സ്റ്റോറേജ് അഡ്മിനിസ്ട്രേഷനും ഡിഫിക്കൾട്ടായിരിക്കും. മീൻസ് സ്റ്റോറേജ് എഫിഷ്യൻസി ആ കാര്യത്തിലൊക്കെ മാനേജ് ചെയ്യാൻ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഡിഫിക്കൾട്ടായിരിക്കും. ഓക്കെ, ഇനി നേരെ ആഫ്റ്റർ ഫയൽ ലെവൽ വെർച്വലൈസേഷൻ. ഇവിടെ എന്താണ് ആഫ്റ്റർ ഫയൽ ലെവൽ വെർച്വലൈസേഷൻ്റെ നമുക്ക് നാസ് ഹെഡ്, സ്റ്റോറേജ് അറേ, നാസ് ഹെഡ് ഇവിടുത്തെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ഒരു വെർച്വലൈസേഷൻ ആപ്ലിയൻസും കൂടി ഉണ്ട്. ക്ലയൻസ് ഒക്കെ ഈ വെർച്വലൈസേഷൻ ആപ്ലിയൻസിലേക്കാണ് പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് നാസ് ഹെഡിലേക്കല്ല കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? സോ ഹിയർ ഇറ്റ് എലിമിനേറ്റ്സ് ദ ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ക്ലയൻറ്റ് ആക്സസ് ആൻഡ് ഫയൽ ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അണ്ടർ യൂട്ടിലൈസ്ഡ് സ്റ്റോറേജ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി പ്രോബ്ലംസ് അതൊക്കെ ഇവിടെ ഓവർകം ചെയ്തു അല്ലേ? ഡൗൺ ടൈം ഈസ് കോസ്ഡ് ബൈ ഡാറ്റ മൈഗ്രേഷൻ. ഇവിടെയോ നോൺ ഡിസ്ട്രക്റ്റീവ് മൈഗ്രേഷൻ. ഓക്കെ, സോ file level virtualization provides non-destructive file mobility to optimize storage utilization. Okay, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ it simplifies file mobility. Okay, അപ്പോൾ ഇവിടെ user or application independence from the location where it provides user or application independence from the location where the files are stored. അതായത് ഇത് തന്നെ break the dependency between client access and file location. Okay, അപ്പോൾ ഇവിടെ ഈ file level virtualization it creates a logical pool of storage enabling users to use a logical path rather than a physical path to access files. നേരത്തെ കണ്ടു നമ്മളത് എല്ലാ വിർച്വലൈസേഷനിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, then it facilitates the movement of files across the online file servers or NAS devices. Means ഈ ഫയൽസ് മൂവ് ചെയ്യുന്ന സമയത്ത് ക്ലയൻസിനൊക്കെ ഈ ഫയൽസ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട് ഓപ്പറേഷൻസ് വേറെ പല ഇൻഡിപെൻഡൻ്റ് ഓപ്പറേഷൻസിനെയും എഫക്റ്റ് ചെയ്യാതെ ഒന്നും ബാധിക്കാതെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ക്ലയൻസിന് ഈ ഫയൽസിൻ്റെ പഴയ ലൊക്കേഷനിൽ റീഡ് ചെയ്യാനും പുതിയ ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റും.
ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് ഈ ക്ലയൻസിന് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ക്ലയന്റ്, അല്ലേ? അതുപോലെ തന്നെ എ ഗ്ലോബൽ നെയിം സ്പേസ് ഈസ് യൂസ്ഡ് ടു മാപ്പ് ദ ലോജിക്കൽ പാത്ത് ഓഫ് എ ഫയൽ ടു ദ ഫിസിക്കൽ പാത്ത് നെയിംസ് ആസ് യൂഷ്വൽ. ഓക്കെ, സോ ഈ ഒരു കമ്പാരിസൺ ചോദിച്ചെന്നിരിക്കാം, ഫയൽ ലെവൽ വെർച്വലൈസേഷൻ. ഓക്കെ, ഇപ്പോൾ തേർഡ് മോഡ്യൂളിലെ സാൻ വിർച്വലൈസേഷൻ, ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വിർച്വലൈസേഷൻ, അതുപോലെ തന്നെ vSAN വിർച്വൽ സാൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫയൽ ലെവൽ വെർച്വലൈസേഷൻ ഫോർത്ത് മോഡ്യൂളിലെ, ഫസ്റ്റ് മോഡ്യൂളിലെ ആപ്ലിക്കേഷൻ വെർച്വലൈസേഷൻ, ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ, മെമ്മറി വെർച്വലൈസേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റ് പോയിന്റ്സ് നോക്കിയിട്ട് തന്നെ പോവുക. കേൾക്കുന്നുണ്ടല്ലോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഡൗട്ട് ഉണ്ടോ? ഫയൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫയൽ ലെവൽ വെർച്വലൈസേഷൻ ഓവർകം ചെയ്യും. ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പിള്ളേരെ? ഓക്കെ, ജസ്റ്റ് അതിൻ്റെ എഴുതിയേക്കുന്ന ഒന്ന് വായിക്കാം കേട്ടോ. അപ്പം കമ്പാരിസണിൽ ബിഫോർ ഫയൽ ലെവൽ വെർച്വലൈസേഷനിൽ ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ക്ലയൻറ്റ് ആക്സസ് ആൻഡ് ഫയൽ സ്റ്റോറേജ്, underutilizes storage resources, capacity problems, downtime is caused by data migration. After file level virtualization, break dependencies between client access and file location, storage utilization is optimized, non-disruptive migration. Okay, ഈ ഡയഗ്രാം കൂടി പഠിച്ചിരിക്കാം. Okay. So before virtualization, each host knows exactly where its file resources are located. This environment leads to underutilized storage resources and capacity problems because files are bound to a specific NAS device or file server. It may be required to move the files from one server to another because of performance reasons. And moving files across the environment is not easy and may make files inaccessible during file movement. Moreover, host and applications need to be reconfigured to access the file at the new location. This makes it difficult for storage administrators to improve storage efficiency while maintaining the required service level. This after file level virtualization, it simplifies file mobility. It provides user or application independence from the location where the files are stored, facilitates the movement of files across the online file servers or NAS devices. This means that while the files are being moved, clients can access their files non-disruptively. Clients can also read their files from the old location and write them back to the new location without realizing that the physical location has changed. Okay. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മാപ്പിംഗ്, ഒരു ഗ്ലോബൽ നെയിം സ്പേസും കൂടി ഉണ്ടാവും അവിടെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ലോജിക്കൽ പാത്തും ഫിസിക്കൽ പാത്തും മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ സീരീസ് 1ന്റെ മാർക്കൊക്കെ കണ്ടില്ലേ? സർഗ എവിടെയായിരുന്നു? സർഗനെ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഓക്കെ, സീരീസ് 1ന്റെ മാർക്കൊക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ അത് സീരീസ് 1ന്റെ ഒരു റെമഡിയൽ ആക്ഷൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ
അസൈൻമെന്റ്സ് വെക്കാത്തവരൊക്കെ ഒന്ന് വേഗം വെക്കുക കേട്ടോ. ഇപ്പോൾ സീരീസ് 1 റെമഡിയൽ ആക്ഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ഓർ ക്വസ്റ്റ്യൻസിൽ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് എഴുതി സബ്മിറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഞാൻ നോക്കുന്ന സമയത്ത് 1-2 പിള്ളേർ മാത്രമേ ഈ 6th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും 5th ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 6th അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ 5th എഴുതുക, 5th അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ 6th അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് 11 and 12 ഈ മിററിങ്ങും ഡിസ്ക്രൈബും 2 പിള്ളേരെ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാവരും 11th ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ചെയ്യാത്തത് ഏതാണോ അതൊന്ന് ജസ്റ്റ് എഴുതുക. അപ്പം 2 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, റെമഡിയൽ എല്ലാവരും എന്തിനാ ചെയ്യുന്നതെന്നോ? എങ്കിൽ നമുക്കൊരു വൈബ കണ്ടക്ട് ചെയ്താലോ എഴുതുന്നതിന് പകരം? വൈബിയും ഓക്കെ അല്ല? ഇതെന്തത് നിങ്ങളൊന്നും ഓക്കെ അല്ല എന്ന് പറയുന്നത്? നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ അല്ലേ പറയുന്നത്, അതും അറിഞ്ഞിരിക്കണ്ടേ? ഒന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാധാരണ ഉള്ള പോലെ മാറ്റില്ലേ? അസൈൻമെന്റ്സ് ഓൾറെഡി അധികമാണ്, എന്തിനാ ന്യൂ റൂൾസ് ഒക്കെ? ഇത് ഓൾറെഡി ഉള്ള റൂൾസ് ആണ് പിള്ളേരെ കേട്ടോ. റെമഡിയൽ ആക്ഷൻസ് വായിക്കാം മിസ്, ആൻസേഴ്സ്. ഓക്കെ, കുറഞ്ഞാൽ റെമഡിയൽ അല്ലേ? അതെ, മാർക്ക് കുറഞ്ഞാൽ റെമഡിയൽ ആണ്. അത് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ ഓൺലൈൻ ആയിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങളുടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എവല്യൂഷൻ ഓഫ് സ്റ്റോറേജ് ആർക്കിടെക്ചർ അതിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല, കാരണം ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതിനെ കുറിച്ചിട്ടുള്ള ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനത്തെ ഓരോ പോയിന്റ്സ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അതൊരു അസൈൻമെന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരുള്ളൂ റെമഡിയൽ ആക്ഷൻ. ഓക്കെ, ഏതെങ്കിലും ഒരു അസൈൻമെന്റ് ആയിട്ട് റെമഡിയൽ ആക്ഷൻ തരും ഈ വീക്കിലെ അസൈൻമെന്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഏതാ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഏതാ എഴുതിയത് ഏതാ എഴുതാത്തത് എന്നുള്ള അറിയാലോ, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അത് ഈ വീക്കിലെ അസൈൻമെന്റ് ആയിട്ട് തന്നെ എഴുതിക്കോളൂ, അതിന് വേണ്ടിയിട്ട് വേറെ എഴുതണ്ട. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു അവർ അസൈൻമെന്റ് അവറാ നമുക്കിങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കേണ്ടി വരും വൈവ. ഓക്കെ, ഈ വീക്കിലെ അസൈൻമെന്റ് ആയിട്ട് റെമഡിയൽ ആക്ഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ നല്ലത്. ഓക്കെ.